ഈ ഫാബ്രിക്കിലാണ് ഇന്നിപ്പോൾ ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സോ സ്കേർട്ട് പോർഷനാണ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മെഷർമെൻറ്റ്സ് ഇതാണ്. സോ ഇതാണ് ബോഡി പോർഷൻ്റെ പാറ്റേൺ. അപ്പോൾ ഞാൻ ഓൾറെഡി പാറ്റേൺസ് എല്ലാം പേപ്പറിലെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക്കിലേക്ക് ട്രേസ് ഔട്ട് ചെയ്യാം. ഞാനിത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് അതിലേക്ക് ഈ പാറ്റേൺസ് ഒക്കെ വെച്ച് കൊടുക്കുന്നത്. സോ അത് നമുക്ക് ട്രേസ് ഔട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓൾസോ ഈ പാറ്റേൺസ് ഒക്കെ ഞാൻ എൻ്റെ സ്വന്തം മെഷർമെൻറ്റ്സിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ്. സോ ലാസ്റ്റ് കുറച്ച് എക്സസും വിടാം. ഞാൻ ബാക്കിൽ ഇലാസ്റ്റിക്കാണ് ആക്ച്വലി പ്ലാൻ ചെയ്യുന്നത്. ഇത് ഫ്രണ്ട് പോർഷൻ മാത്രമാണ്, ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. സോ പീസസ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് വെക്കുമ്പം ഇങ്ങനെ ഉണ്ടാകും. അടുത്തത് നമുക്ക് ഈ ഫാബ്രിക്കിലേക്ക് ലൈനിങ് മെറ്റീരിയൽ അറ്റാച്ച് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ടോട്ടലി ഞാനൊരു 1.5 മീറ്റർ ലൈനിങ് തന്നെ എടുത്തിട്ടുണ്ട്. സോ ഇതാണ് ലൈനിങ് മെറ്റീരിയൽ. ഇത് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കട്ട് ചെയ്ത ഈ മെയിൻ ഫാബ്രിക് നമുക്ക് ഇതേപോലെ തിരിച്ച് വെച്ചിട്ട്, ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയൊരു ഫാബ്രിക് ഫ്യൂസിങ് ടേപ്പാണിത്. ഈ ടേപ്പ് ഇതേപോലെ ഈ മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ട് ഈ ലൈനിങ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അയൺ ചെയ്താൽ മതി. അപ്പം ഈ രണ്ട് ഫാബ്രിക്കും കൂടെ നന്നായിട്ട് അറ്റാച്ച് ആയിട്ട് വരും. സോ ഞാൻ ഇത്രയും അങ്ങനെ ചെയ്തെടുത്തതാണ്. ഇനി ബാക്കിയും കൂടെ ചെയ്തിട്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നോർമലി സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം റൈറ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നീടാണ് റോങ് സൈഡ് സ്റ്റിച്ച് ചെയ്യാറ്. അപ്പം ഇതേപോലെ ആ സ്റ്റിച്ച് കാണില്ല, അത് ഉള്ളിലേക്ക് പോകും. അപ്പോൾ കുറച്ചുകൂടെ നീറ്റായിരിക്കും. ഇല്ലെങ്കിൽ ഓവർലോക്കിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ ഓവർലോക്ക് ചെയ്താലും നല്ല നീറ്റായിരിക്കും. സോ ആ ഗ്യാപ്പിൽ വേണമെങ്കിൽ നമുക്ക് ബോണിൻ കൂടെ അറ്റാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അങ്ങനെ ഞാൻ കപ്പും കൂടെ സ്റ്റിച്ച് ചെയ്തതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഇലാസ്റ്റിക്കാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഇനി അത് സൈഡിലേക്ക് അറ്റാച്ച് ചെയ്യാം. സോ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ഫിനിഷിങ് കൊടുക്കാം. സോ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ സൈഡിൽ സിപ്പാണ് പ്ലാൻ ചെയ്യാൻ പോണത്. ഇവിടേക്ക് അറ്റാച്ച് ചെയ്യണം. സോ അറ്റാച്ച് ചെയ്ത് പകുതി എപ്പോഴാണ് ഞാൻ ഓർത്തത്, സ്കേർട്ട് പോർഷൻ അറ്റാച്ച് ചെയ്തിട്ടില്ല. സ്കേർട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് സിബ് പിടിപ്പിക്കുന്നതായിരിക്കും നല്ലത്. സോ സ്കേർട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് ഇതുപോലെ ഞാൻ വലിച്ചിട്ടാണ്, ഇങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ഈ പ്ലീറ്റ്സ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു എക്സസ് ആയിട്ടുള്ള ത്രെഡും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യണം. ഫാബ്രിക്കിനകത്തുനിന്നും കുറച്ച് നൂലൊക്കെ വരും. സോ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാകും. സോ ഇതിപ്പോൾ സിപ്പ് ഞാൻ അറ്റാച്ച് ചെയ്തു സ്കേർട്ടിനോട്. ഇനിയിപ്പം ഉള്ളിൽ നമുക്ക് ലൈനിങ് വെക്കണം. ഞാൻ നോർമലി ഇങ്ങനെയാണ് ചെയ്യാറ്. ഇത് വെച്ചിട്ട് അതാകുമ്പം സ്റ്റിച്ചസ് ഉള്ളിലേക്ക് വരും. നല്ല അത്യാവശ്യം എനിക്ക് നല്ല ബഫായിട്ട് ഇങ്ങനെ നിൽക്കണം. അതുകൊണ്ട് ഞാൻ ലൈനിങ്ങും അത്യാവശ്യം മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് ചുറ്റും ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. സ്റ്റിച്ച് ചെയ്തിട്ട് എക്സസ് പീസസ് ഒക്കെ കട്ട് ചെയ്തെടുക്കണം. സോ ഉള്ളിൽ നോക്കുമ്പോൾ നല്ല നീറ്റായിട്ടുണ്ടാകും. എന്നിട്ട് ഞാൻ ഇതിൻ്റെ സ്ലീവ്സും അറ്റാച്ച് ചെയ്തു. ബാക്കി സിപ്പിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഫൈനലി ഇങ്ങനെ ഉണ്ടായിരുന്നു. സോ താങ്ക് യു ഓൾ.